നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബെയിൻസിന്റെ ലിമിറ്റ് പ്രൈസിംഗ് മോഡലാണ്. ജോയ് എസ് ബെയിൻസിന്റെ മോഡലിന്റെ പേരാണ് ലിമിറ്റ് പ്രൈസിംഗ് മോഡൽ. ഇത് പബ്ലിഷ് ചെയ്തത് ഒരു ആർട്ടിക്കിളിലാണ്. ആ ആർട്ടിക്കിളിന്റെ പേരെന്താണ്? A note on pricing in monopoly and oligopoly. ഇത് പബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1949. ട്രഡീഷണൽ ഇക്കണോമിസ്റ്റുകൾ ഒളിഗോപോളി ഫേമിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അതിന്റെ പ്രൈസ് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആണെന്നാണ്. എന്നാൽ ഹോൾ ആൻഡ് ഹിച്ച് എന്ന് പറയുന്ന രണ്ട് ഇക്കണോമിസ്റ്റുകൾ അവരുടെ ആർട്ടിക്കിളിൽ 1939 പറയുന്നുണ്ട് ഒളിഗോപോളി ഫേംസിന്റെ പ്രൈസ് മാർജിനൽ കോസ്റ്റിന്റെ ബേസിലല്ല, പകരം ആവറേജ് കോസ്റ്റിന്റെ ബേസിലാണ് തീരുമാനിക്കുന്നതെന്ന്. അതായത് പ്രൈസ് ഇസ് നോട്ട് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ബട്ട് റാദർ ഇറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. ഇതിന്റെ റീസൺ എന്താന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇതിന്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ബെയിൻസിന്റെ ലിമിറ്റ് പ്രൈസിംഗ് മോഡൽ. സോ നമുക്ക് ലിമിറ്റ് പ്രൈസിംഗ് മോഡൽ എന്താന്ന് നോക്കാം. ലിമിറ്റ് പ്രൈസിംഗ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഫേംസ് അവരുടെ ലോങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാളും കൂടുതൽ പ്രൈസ് സെറ്റ് ചെയ്യുന്നതെന്ന് ആണ് ലിമിറ്റ് പ്രൈസിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലിമിറ്റ് പ്രൈസിംഗ് എന്താ? എൻട്രി പ്രിവെന്റിംഗ് പ്രൈസിനെയാണ് നമ്മൾ ലിമിറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ആരുടെ എൻട്രിയാണ് പ്രിവെന്റ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഫേംസ്. പുതിയതായിട്ട് ഒരു ഫേംസും വരാതിരിക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒളിഗോപോളി ഫേംസ് ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. ആ പ്രൈസിനെയാണ് നമ്മൾ ലിമിറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഈ പ്രൈസ് എന്താ? ആവറേജ് കോസ്റ്റിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഫേംസിന്റെ ആവറേജ് കോസ്റ്റ് പുതിയതായിട്ട് വരുന്ന ഫേംസിനേക്കാളും എങ്ങനെ നോക്കിയാലും കുറവായിരിക്കും. അപ്പോൾ പുതിയതായിട്ടൊരു ഫേംസ് വന്നിട്ട് ഇൻഡസ്ട്രിയിൽ എൻട്രി ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് ലോസ് ഉണ്ടാകും. അതുകൊണ്ട് അവർ ഒളിഗോപോളിയിൽ എൻട്രി ചെയ്യത്തില്ല. ഈ ഒരു പ്രൈസിനെയാണ് നമ്മൾ ലിമിറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ലിമിറ്റ് പ്രൈസിംഗ് ഇതിന്റെ ഫോർമുല ആണത് PL. PL എന്താ? പ്രൈസ് ലിമിറ്റ് ഈക്വൽ ടു PC. PC എന്താ? പ്രൈസ് അണ്ടർ പ്യുവർ കോമ്പറ്റീഷൻ 1+E. എന്താണ്? എൻട്രി കണ്ടീഷൻ. ഇവിടെ ലിമിറ്റ് പ്രൈസ് പ്യുവർ കോമ്പറ്റീഷൻ പ്രൈസിനേക്കാളും അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൈസിനേക്കാളും കൂടുതലായിരിക്കണം. ഈ ലിമിറ്റ് പ്രൈസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രൈസ് മൊണോപോളിയേക്കാളും കുറവായിരിക്കും, പെർഫെക്റ്റ് കോമ്പറ്റീഷനേക്കാളും കൂടുതലായിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്താ? മൊണോപോളിയേക്കാളും ഇത് കുറവായിരിക്കും, പെർഫെക്റ്റ് കോമ്പറ്റീഷനേക്കാളും ഇത് കൂടുതലായിരിക്കും. ഈ പ്രൈസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ലിമിറ്റ് പ്രൈസ് എന്താന്ന് മനസ്സിലായി. പൊട്ടൻഷ്യൽ എൻട്രിയെ ലിമിറ്റ് ചെയ്യുന്ന പ്രൈസിനാണ് നമ്മൾ ലിമിറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 കാര്യങ്ങളാണ് ഈ ലിമിറ്റ് പ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒളിഗോപോളി ഫേംസ് നോക്കുന്നത്. ഫസ്റ്റ് എന്താ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസിൽ വരുന്ന ചേഞ്ച് അനുസരിച്ച് ഡിമാൻഡ് എങ്ങനെയാണ് മാർക്കറ്റിൽ മാറുന്നതെന്ന് അവർ നോക്കും. ഫസ്റ്റ് ലോങ് റൺ ആവറേജ് കോസ്റ്റ്. എപ്പോഴും ഒളിഗോപോളി ഫേംസ് ഷോർട്ട് റണ്ണിനേക്കാളും ലോങ് റണ്ണിലെ പ്രോഫിറ്റ് ആണ് നോക്കുന്നത്. അതുകൊണ്ട് ലോങ് റൺ ആവറേജ് കോസ്റ്റിനെ അവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. കോസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എൻട്രന്റ്. പുതിയതായിട്ട് വരുന്ന ഫേമിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്ന് നോക്കും. അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചായിരിക്കും ഇവർ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. അവർക്ക് പുതിയ ഫേമിന് അവരുടെ കോസ്റ്റ് പോലും വിറ്റിട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ലോസ് ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എൻട്രന്റ് നോക്കുന്നത്. സൈസ് ഓഫ് ദ മാർക്കറ്റ്. സൈസ് ഓഫ് ദ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിമാൻഡ് ആണ്. അതായത് എന്തെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസസ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. ഔട്ട്പുട്ടിന് എന്തേലും ഡിമാൻഡ് മാർക്കറ്റിലുണ്ട് എന്ന് നോക്കും. ഈ 4 കാര്യങ്ങളുടെ ബേസിലാണ് പ്രൈസ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്, ലോങ് റൺ എക്സ്പെക്റ്റഡ് ആവറേജ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ദ പൊട്ടൻഷ്യൽ എൻട്രന്റ് ആൻഡ് സൈസ് ഓഫ് ദ മാർക്കറ്റ്. ഇക്കണോമിക്സിലെ എല്ലാ തിയറീസിനെയും പോലെ ബെയിൻസിന്റെ ലിമിറ്റ് പ്രൈസിംഗ് മോഡലിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഒന്നാമത്തെ അസംഷൻ എന്താ? ഹോമോജീനിയസ് പ്രോഡക്ട്സ്.
മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ഫേംസ് സെൽ ഹോമോജീനിയസ് പ്രോഡക്ട്സ്. രണ്ടാമത്തെ അസംഷൻ എന്താ? ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ബിക്കംസ് കോൺസ്റ്റന്റ് ആഫ്റ്റർ എ മിനിമം പോയിന്റ്. ഒരു പോയിന്റിന് ശേഷം ആവറേജ് കോസ്റ്റ് ഓഫ് ദ ഫേം ഇൻ പ്രൊഡക്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് രണ്ടാമത്തെ അസംഷൻ. മൂന്നാമത്തെ അസംഷൻ ഫേംസ് ആർ അവെയർ ഓഫ് ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ്. മാർക്കറ്റിൽ എന്തേലും ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് എല്ലാ ഫേംസിനും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒളിഗോപോളിയിൽ ഫേംസിൻ്റെത് ലോങ് റൺ അവരുടെ ഒബ്ജക്റ്റീവ് എന്താ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നോക്കുക, സ്പെഷ്യലി ഷോർട്ട് റണ്ണിലല്ല പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നോക്കുന്നത്, പിന്നെ ലോങ് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ഫൈനൽ അസംഷൻ എന്താ? ഈച്ച് ഇൻഡസ്ട്രി ഹാസ് എൻ ഒപ്റ്റിമൽ സ്കെയിൽ പ്ലാൻ. എല്ലാ ഇൻഡസ്ട്രിക്കും എന്താ? ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് പ്ലാൻ, പ്രൊഡക്ഷൻ പ്ലാനിൻ്റെ സ്കെയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ അസംഷൻ. ഇനി എല്ലാ നമ്മുടെ തിയറീസിനെ പോലെ തന്നെ ബെയിൻസിൻ്റെ ലിമിറ്റ് പ്രൈസിങ് മോഡലിന് ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം ഈ ലിമിറ്റ് പ്രൈസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി, വൈ ആക്സിസിൽ പ്രൈസ്. ഈ പി സി എന്നുള്ള ലൈനാണ് എക്സിസ്റ്റിംഗ് ഫേമിൻ്റെ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഈ ലൈൻ പി എം എന്നുള്ള ഈ ലൈനാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എൻട്രി. എപ്പോഴും എന്താ? എക്സിസ്റ്റിംഗ് ഫേമിനേക്കാളും ആവറേജ് കോസ്റ്റ് പുതിയ പൊട്ടൻഷ്യൽ എൻട്രൻ ഫേമിന് കൂടുതലായിരിക്കും. ഇത് മാർജിനൽ റവന്യൂ ആൻഡ് ഇത് ആവറേജ് റവന്യൂ. ഇനി നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഇതാ നമ്മൾ മാർക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഏതൊരു പ്രൈസിനെ പ്രൈസ് ലിമിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താ? പുതിയ ഫേമിൻ്റെ കോസ്റ്റിനേക്കാളും ഇത് കൂടുതലാണ്, പഴയ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫേംസിൻ്റെ കോസ്റ്റിനേക്കാളും ഇത് കുറവാണ്. അതുകൊണ്ട് ഈ ഏതൊരു പോയിന്റിന് വേണമെങ്കിലും നമുക്ക് പ്രൈസ് ലിമിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എക്സിസ്റ്റിംഗ് ഫേംസിൻ്റെ കോസ്റ്റിനേക്കാളും ഒത്തിരി കൂടുതലായിട്ട് വീണ്ടും നമ്മൾ വെക്കുകയാണെങ്കിൽ അതിനെ മോണോപോളി പ്രൈസ് എന്ന് പറയും. മോണോപോളി